കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാട് ഡിവിഷനിലെ ഒറ്റ കെട്ടിട നമ്പറിലുള്ളത് 327 വോട്ടർമാരാണ്. 49 എന്ന CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിട നമ്പറിലാണ് ഇത്രയധികം വോട്ടർമാരുള്ളത്. ബാങ്കിന് വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൽ ഇത്രയും വോട്ടർമാർ വന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് ലീഗും BJPയും ആരോപിക്കുന്നത്. കോഴിക്കോട് മാറാട് ഡിവിഷനിൽ ഈ രീതിയിൽ 327ഓളം വോട്ടുകൾ കള്ള വോട്ടുകളായി ചേർത്തിരിക്കുന്നു എന്നൊരു ആരോപണം ലീഗ് ഉന്നയിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളൊക്കെ നോക്കുമ്പോൾ അത് വ്യക്തമാവുന്നുമുണ്ട്. മാറാട് ഡിവിഷനിലെ 49/49 എന്ന നമ്പറിൽ വീട്ടു നമ്പറായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ നമ്പറിൽ 327 വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ ആ കെട്ടിടം മാറാട് തന്നെയുള്ള അനിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ളത്. ഇന്ന് രാവിലെ പേപ്പറിൽ കണ്ടപ്പോഴാണ് കാണുന്നത്, അറിയുന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉള്ളത്? ഇല്ല, അറിയില്ല. നിങ്ങൾ എത്ര വർഷം മുൻപ് വാടക കൊടുത്തിരിക്കുന്നു? 15 കൊല്ലമായി എന്നാണ് ഓർമ്മ. അതായത് CPMന്റെ പിന്നെ ബാങ്കായിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഉണ്ടാക്കിയ മുതൽക്കേ ബാങ്കിനാണ് കൊടുത്തത്. ഇതാണ് അനിതയുടെ പേരിലുള്ള 49/49 എന്ന് പറഞ്ഞ കെട്ടിടം. ഈ കെട്ടിടം ഇപ്പോൾ ബേപ്പൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ ഒരു ബാങ്കായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിലെന്താണ് അങ്ങനെ ഒരു വലിയ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ചെക്ക് ചെയ്താലേ നമുക്ക് തന്നെ അറിയാൻ പറ്റൂ. എവിടെ ഈ പേര് പോലും പരിചയമില്ലാത്ത എത്രയോ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രമക്കേട് വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക്, ഉദ്യോഗസ്ഥർക്ക് അതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെയുള്ള CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ സ്ഥാപനം CPMന്റെ ഭരണസമിതി ഉള്ളതുകൊണ്ട് ആ സ്ഥാപനത്തെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു തികച്ചും തെറ്റായൊരു ആരോപണമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അകത്ത് വന്നിട്ടുള്ള സാങ്കേതികമായ പിഴവാണ്. അതായത് വീട്ട് നമ്പർ 49/49 എന്ന് പറഞ്ഞ വീട്ട് നമ്പർ വന്ന വോട്ടർമാർ 10 വർഷത്തിലധികമായി ഈ പ്രദേശത്തിനകത്ത് താമസിക്കുന്ന, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരാണ്. ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഇത് മുഴുവൻ ഈ ഡിവിഷനിലുള്ള ആളുകളൊന്നും അല്ല. മറ്റു ഡിവിഷനിലുള്ള ആളുകളുടെയും പേരുകൾ ഞങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ച് വരികയാണ്. അപ്പോൾ മറ്റ് ഡിവിഷനിലുള്ള ആളുകളെ പേരുകൾ ഇതിൽ കാണുന്നുണ്ട്. ഈ വാർഡിലെ സ്ഥിരതാമസക്കാർ മാത്രമല്ല ഇതിലുള്ളത്. അവർ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോയാൽ ഇതിലൊരു അന്വേഷണം ഉണ്ടാവുമോ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.